എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പം ഇങ്ങനെ എന്നെ കൊണ്ട് കിടത്തി, എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടൻ. അയ്യേ, അതിന് എന്നെ കിട്ടൂല. ഞാൻ അന്തസ്സുള്ള ഫാമിലി ജനിച്ചവനാ. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. അങ്ങനെ ആൽബത്തിൽ അഭിനയിക്കാൻ പോയ രേണു സുധിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. താൻ അഭിനയിക്കാൻ പോയ ആൽബത്തിലെ ഡയറക്ടറും നായകരുമായിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ് തനിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ രേണു സുധി രംഗത്ത് വന്നിരിക്കുന്നത്. എടാ ഇവള് നമ്മളെക്കാളും താറേടാ. സംഭവം മുട്ടൻ കോമഡിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കൂ, ഒരു പെണ്ണ് ഒരു മോശം അനുഭവം പബ്ലിക്കിന് മുന്നിൽ വന്ന് പറഞ്ഞ സമയത്ത് നിനക്കത് കോമഡി ആയിട്ടാണോ അവിടെ തോന്നുന്നത് എന്നുള്ളത്. സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ ഷെഫീന ബീവിയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. ഷെഫീന ബീവിയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഒരു യൂട്യൂബറാണ്. ഈ ഷെഫീന ബീവിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രേണു സുധിയെ ചുറ്റിപ്പറ്റിയുള്ള കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അതിന് മാത്രമാണ് ആക്ച്വലി പുള്ളിക്കാരിക്ക് അത്യാവശ്യം റീച്ച് ഉള്ളത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള കണ്ടന്റുകൾക്കൊന്നും പുള്ളിക്കാരിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ഇല്ല. പക്ഷെ രേണുവിനെ തൊടുമ്പോൾ ഷെഫീനെ കൊടുക്കത്തെ റീച്ചാണ്. അതെന്താണെന്ന് അറിയൂല. സംഭവം എനിക്ക് തോന്നുന്നത് ഈ ഷെഫീന ബീവി അത്യാവശ്യം ചീത്ത വിളിച്ചുകൊണ്ടാണല്ലോ വീഡിയോ ചെയ്യാറുള്ളത്. മോശം അഭിപ്രായം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. അല്ല, അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കിടും. ഇപ്പോഴാണോ ചേട്ടൻ സീൻ തന്നെ കള്ളമല്ലേ പറഞ്ഞ കേട്ടത് എല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കണം, അതിന്റെ ആവശ്യം ഉണ്ടോ എനിക്ക് ചെയ്താ പോരെ. ഇവരെ വെച്ചോണ്ട് ഞാനില്ല ഇത്രയും വീഡിയോക്കാരെ ഇരിക്കണം. ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഒരൊറ്റ ആഴ്ച, അതല്ലേ വേണ്ട, 7 ദിവസം അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. അത് പറ, എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാ പോരെ, എനിക്ക് പറ്റത്തില്ല. അഭ്യാസം എടുത്തോണ്ടല്ലോ അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഷോപ്പ് പറയും? അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം.